എം.ടിയുടെ സാഹിത്യകൃതികൾ ജ്ഞാനപീഠം, പത്മഭൂഷൺ അടക്കമുള്ള പുരസ്കാരങ്ങളുടെ സമ്പൂർണ്ണ ശേഖരങ്ങൾ ഉൾപ്പെടുത്തിയാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. എം.ടിയുടെ അനുമതിയുണ്ടെങ്കിൽ എം.ടിയുടെ പേരിൽ സ്ഥിരമായി ഒരു മ്യൂസിയം പണിയാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണെന്ന് മന്ത്രി എ.കെ. ബാലൻ പറഞ്ഞു. എം.ടിയുടെ പേര് മനുഷ്യവംശം ഉള്ള കാലത്തോളം സ്മരിക്കപ്പെടണം. അദ്ദേഹത്തിന്റെ സംഭാവന എക്കാലത്തും ഓർക്കണം. ബഹുമാനപ്പെട്ട എം.ടി സമ്മതിക്കുമെങ്കിൽ സാംസ്കാരിക വകുപ്പ് ആ ചുമതല ഏറ്റെടുക്കുമെന്ന് ആദ്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതേസമയം മന്ത്രിയുടെ പ്രസംഗത്തിന് ചരിത്രകാരൻ MGS നാരായണന്റെ മറുപടി ഇങ്ങനെ: സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് മ്യൂസിയം ഉണ്ടാക്കേണ്ട ശ്രമത്തിലാണെങ്കിൽ പോലും എം.ടി അങ്ങനെ മ്യൂസിയത്തിൽ വെക്കേണ്ട ഒരു സ്ഥിതിയിലൊന്നും ആയിട്ടില്ല. അദ്ദേഹത്തിന് ഇനിയും സജീവമായ താല്പര്യങ്ങളോടുകൂടി കുറെ കാലം കൂടെ പലതും സംഭാവന ചെയ്യാനുണ്ട്. 24 നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എം.ടിക്ക് പുരസ്കാരം സമർപ്പിക്കും. നടൻ മമ്മൂട്ടി ചടങ്ങിൽ മുഖ്യ അതിഥിയാകും. റിപ്പോർട്ടർ, കോഴിക്കോട്.